ഹലോ, അപ്പം ഇന്ന് മീൻകുട്ടിക്ക് സ്കൂളിലാത്തതിനെ കൊണ്ട് ഇന്ന് ലേറ്റായിട്ടാണ് എണീച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മാഗി ആട്ടോ. മാഗി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിലാണ്. മാഗി വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഒഴിവാക്കുക, പിന്നെ ചീൻചട്ടിയിൽ ഓയിലും മാഗി മസാലയും പിന്നെ മാഗി കൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് ഇതാ മീൻകുട്ടി പല്ലൊക്കെ തേച്ച് വന്ന് അവളെ മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്ത് പിന്നെ ഞാൻ മീൻകുട്ടിയുടെ മാഗി കഴിച്ച് പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കാരണം ഇപ്പോൾ ഒരു 11:30 ആയപ്പോഴാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത്. കാശുകുട്ടൻ നല്ല ഉറക്കമാണ്, കാരണം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് അവന് ഉറങ്ങിയത്. അതുകൊണ്ട് ഈ സമയത്തൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ ഞാൻ വാതിലൊക്കെ ഒന്ന് തുടയ്ക്കുമ്പോഴത്തേക്ക് കാശുകുട്ടൻ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല മൂടായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതിന് ഒരു 5 മിനിറ്റ് എടുത്ത് നടന്നാൽ അവന് റെഡി ആയിട്ടുണ്ട്. പിന്നെ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്ത് പിന്നെ അവൻ്റെ മാഗി കൊടുത്തിട്ട് അവൻ അടങ്ങിയിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജനലിൻ്റെ അടിക്ക് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ജനലിൻ്റെ ഡോറ് നല്ല ടൈറ്റാണ്. കുറേ ഞാൻ തുറക്കാൻ നോക്കി, പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല, ടൈറ്റായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ച് അത് തുറക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ചില്ലാറ്റം പൊട്ടിയാലൊന്ന് വെച്ചിട്ട് ഞാൻ തുറക്കാണ്ട് തന്നെ അവിടെ തുടച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ TV യൂണിറ്റിൻ്റെ അവിടെയാണ് തുടയ്ക്കുന്നത്. അവിടെ ഓരോരോ ഫോട്ടോ ഫ്രെയിം എടുത്ത് ഇങ്ങനെ തുടയ്ക്കണം, കാരണം പല്ലിക്കാട്ട് നല്ലോണം ഉണ്ട്. അപ്പം ഞാൻ എല്ലാം എടുത്ത് ഓരോന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ TV യൂണിറ്റിൻ്റെ അവിടെ ഞാൻ ഗ്രീൻ മാറ്റ് വിരിക്കുന്നുണ്ട്. പുല്ലുമായിട്ട് നല്ല സോഫ്റ്റാണ്. എന്നാൽ മ്യൂട്ടിയും കാശുകുണ്ണും കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതിലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ തൊട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് കാണാൻ നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പുറത്തെ ജനലിലും ഞാൻ നല്ലോണം തുടച്ചെടുക്കുകയാണ്. ഓരോരോ കള്ളി 4 കള്ളിയുണ്ട്. അതപ്പോൾ അതിൻ്റെ ഓരോരോ സ്ഥലത്ത് തുടച്ചെടുക്കാൻ നല്ല പാടാണ്. പിന്നെ അതൊക്കെ കഴിച്ചേരാം. പിന്നെ ഞാനിതാ സോഫേൻ്റെ ഈ ഭാഗത്താണ്. സോഫ ഇങ്ങനെ നീക്കിയിട്ട് എന്നും തുടയ്ക്കാറില്ല. പിന്നെ ഈ സോക്കേസിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമേ തുടച്ച് വെച്ചതിനെ കൊണ്ട് അത്ര പൊടികളൊന്നുമില്ല കേട്ടോ. പിന്നെ വാൾ ഫാൻ ഏട്ടനാണ് ഊരിയിട്ട് അത് പുറത്ത് കൊണ്ടുപോയി തുടച്ച് വെക്കാറാണ്. അത് ഏട്ടൻ ചെയ്തോളൂ. പുറത്തുകൂടെ ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോരോ സോഫ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പല്ലിക്കാട്ടോ പിന്നെ ഈ മുട്ടായിൻ്റെ കവറാണ് കൂടുതലുണ്ടാകുക. അതൊക്കെ ഞാൻ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് അപ്പം തന്നെ തുടച്ച് വെച്ചിട്ടാണ് സോഫ മാറ്റുന്നത്. കാരണം പിന്നെ സോഫ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയാത്തത് കൊണ്ട് ആദ്യം അവിടെ തുടയ്ക്കുക, പിന്നെ സോഫ വെക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മ്യൂട്ടി പോയി കുളിച്ച് വന്നപ്പോൾ ഞാൻ അവളെ മുടിയൊക്കെ ഒന്ന് തുറത്തുകൊണ്ട് കെട്ടിക്കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആ സോഫൻ്റെ സ്ഥലത്ത് തുടച്ചിട്ട് പിന്നെ സോഫ നീക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുഷ്യൻ കവർ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഊരി മാറ്റി. ഇന്നൊക്കെ തിരുമ്പാൻ വാഷിംഗ് മെഷീനിലിടണം. ഇന്ന് മ്യൂട്ടും കാശ് കിട്ടണം നല്ല മുടായും കൊണ്ട് അടി കൂടാണ്ട് അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ അടിച്ച് വെള്ളം തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ സോഫയ്ക്കൊക്കെ കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കവർ ഇട്ടില്ലെങ്കിൽ സോഫ കൊളാക്കിയിട്ടും കളറും ഭക്ഷണമൊക്കെ വിരിച്ചിട്ട്. പിന്നെ ഈ കുഷ്യൻ കവർ മീഷോന്ന് വാങ്ങിയാട്ടോ, നല്ല ഭംഗിയുണ്ട്. വാങ്ങിയപ്പോൾ ഒരു രസമല്ല അതിന്, പക്ഷേ കവർ ഇട്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ, ബൈ.